നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട തിളക്കമുള്ള വളഞ്ഞുപുളഞ്ഞ പ്രകാശത്തിന്റെ ഒരു പാതയുടെ ചിത്രങ്ങൾ നിരവധി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പങ്കുവച്ചിരിക്കുകയാണ്. സത്യത്തിൽ ആ ചിത്രത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന, പേടിപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചിലർ ഈ രൂപങ്ങളിൽ നിന്നും സിംഹത്തിന്റെയും ഡ്രാഗന്റെയും രൂപങ്ങൾ AI-യിൽ നിർമ്മിച്ചിട്ടുമുണ്ട്. ഒരു മിസൈൽ പുറന്തള്ളുന്ന പുകപടലങ്ങളുടെ ദൃശ്യമായിരുന്നു ഇത്. ഒരു പക്ഷേ ഒരു ഇറാനിയൻ സെഡ്ജിൽ മിസൈൽ ആയിരിക്കാം അതെന്നാണ് ചിത്രം പങ്കുവച്ചവരുടെ അവകാശവാദം. ഇസ്രയേലിന്റെ അയൺ ഡോം ഒരു മാന്ത്രിക കവചമല്ല, ശക്തിയും പരിമിതികളും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഈ അയൺ ഡോമിനെ ഭേദിച്ച് മുന്നോട്ട് പോയതാണ് ഈ മിസൈലുകൾ എന്നാണ് അറിയുന്നത്. ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പിന്നാലെ ഇറാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ സെഡ്ജിൽ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രയോഗിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആദ്യമായാണ് 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സെഡ്ജിൽ മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നത്. എന്താണ് സെഡ്ജിൽ മിസൈൽ എന്ന് നോക്കാം. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 2 ഘടകങ്ങളുള്ള ഖര ഇന്ധനം ഉപയോഗിക്കുന്ന സർഫർ ടു സർഫർ ബാലിസ്റ്റിക് മിസൈലാണ് സെഡ്ജിൽ. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ മിസൈലിന് ഇസ്രയേലിന്റെ എല്ലാ ഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലും എത്താൻ കഴിയും. 18 മീറ്റർ, അതായത് 59 അടി നീളമുള്ള ഈ മിസൈലിന് ഏകദേശം 700 കിലോഗ്രാം 1543 പൗണ്ട് ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. ഈ മിസൈലിന്റെ 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മറ്റ് വകഭേദങ്ങളെക്കുറിച്ചും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പഴയ ദ്രവ ഇന്ധന മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി സെഡ്ജിലിന്റെ ഖര ഇന്ധന സാങ്കേതിക വിദ്യ വേഗത്തിലുള്ള വിക്ഷേപണത്തിനും എളുപ്പത്തിലുള്ള നീക്കത്തിനും ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിക്കും സഹായിക്കുന്നു. ഉയർന്ന ചലനശേഷിയുള്ള ഈ മിസൈൽ ശത്രുക്കളുടെ കണ്ടെത്തൽ സംവിധാനങ്ങളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. ഇത് ഇസ്രയേലിന്റെ അയൺ ഡോം, ആരോ സിസ്റ്റങ്ങൾ പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഇസ്രയേലിന് അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും സെഡ്ജിൽ മിസൈലുകളുടെ ഉപയോഗം സംഘർഷത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇറാൻ ഈ മിസൈലുകൾ സജീവ യുദ്ധത്തിൽ തുടർന്നും ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രയേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ തന്ത്രം ക്രമീകരിക്കാൻ നിർബന്ധരാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ പിന്തുണ തേടുകയോ ഇറാൻ പ്രദേശത്തിനുള്ളിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യാനും സാധ്യത ഏറെയാണ്.